നമസ്കാരം കുട്ടികളെ, സുഖമാണ് എല്ലാവർക്കും? വരൂ, ഇരുന്നോളൂ, ഇവിടോട്ട് ഇരുന്നോളൂ. പരിചയപ്പെടുത്തില്ല, ഇതെന്റെ കാമുകൻ ഡ്രാക്കുള, ഇതെന്റെ സുഹൃത്ത് ഹിറ്റ്ലർ. നിങ്ങൾക്ക് കാണാൻ പറ്റത്തില്ല, പക്ഷെ രണ്ടുപേർക്ക് നിങ്ങളെ കാണാൻ പറ്റും. അപ്പോഴേ അനുമ്പ് പറയാം, നമ്മൾ 2016 ഇവിടെ തന്നെ ഇങ്ങനെ നിൽക്കുവാണേ, നമ്മൾ പറഞ്ഞു വിടുന്നില്ല എങ്ങോട്ടും. അതിനോടൊപ്പം തന്നെ 2017 നമ്മൾ വരവേൽക്കുകയാണ്. അപ്പോൾ പുതുവത്സരം തുടങ്ങുന്ന കുറച്ച് ദിവസം കൂടെ ഉള്ളൂ. അപ്പൊ ഞാൻ കുറച്ച് ശുഭചിന്തകളുമായിട്ട് വന്നതാണ്. അപ്പൊ അതിന് മുൻപേ അങ്ങ് പറയാം, ചിലപ്പോൾ ഞാൻ മറന്നുപോകും. അപ്പൊ എന്നോട് പറഞ്ഞു, ചേച്ചി ഇനി വീഡിയോ ഇടുവെന്നെങ്കിൽ ഞങ്ങളുടെ പേരും കൂടെ ഒന്ന് പറയണേന്ന് പറഞ്ഞുകൊണ്ട് 2 പേര് എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് അയ്യൂബ് അലിയാർ. അപ്പൊ അയ്യൂബ് അലിയാർ മോനെ, പുതുവത്സര ആശംസകൾ. പിന്നെ വരുൺ കുമാർ തയ്യനൂര്, മക്കളെ പുതുവത്സര ആശംസകൾ. 2 പേർക്കും ആശംസകൾ. ഓക്കെ, പറഞ്ഞു, ഞാൻ മറന്നിട്ടില്ല കേട്ടോ. പിന്നെ പുതുചിന്തകൾ എന്ന് വെച്ചാൽ കൈവച്ച് കൈവച്ചിട്ട് പറഞ്ഞോളൂ, ഞാനാണ് ദൈവം, ഞാനാണ് ദൈവം, ഞാനാണ് ദൈവം, ഞാനാണ് ദൈവം, ഞാനാണ് ദൈവം, ഞാനാണ് ദൈവം. സോറി, ഞാൻ കൊച്ചി ടിവിയിലെ ഡോറയുടെ പ്രയാണം കണ്ട് പെട്ടെന്ന് അതിന്റെ ശീലം അങ്ങ് വന്നാൽ അതിലൊരു മാപ്പുണ്ടല്ലോ, ഞാനാണ് മാപ്പ്, ഞാനാണ് മാപ്പ്, ഞാനാണ് മാപ്പ്, അതിനെ പെട്ടെന്ന് അങ്ങ് ഓർത്തു പോയി. അത് പോട്ടെ, അതെല്ലാം വിട്ടേക്കും. അപ്പൊ ഇങ്ങനെ വെച്ചിട്ട് പറയാം, ഞാൻ ദൈവമാണ്, ഞാൻ ദൈവമാണ്. ഇനി ദൈവത്തെ വിശ്വസിക്കുന്നവരോട് ഞാൻ പറയണം, നിങ്ങൾ ദൈവത്തെ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ഈ സകല ചരാചരവും ദൈവത്തിൻ്റെതാണെന്ന് കരുതുന്നുണ്ടെങ്കിൽ ഇവിടെയുള്ള എല്ലാം നിങ്ങൾ ഇഷ്ടപ്പെടേണ്ടിയിരിക്കുന്നു. നിങ്ങൾ ഇഷ്ടപ്പെട്ടില്ലെങ്കിലും വെറുക്കാതിരിക്കുക. അതായത് ഇപ്പൊ കാക്ക, പട്ടി, പൂച്ച ഒന്നിനും വെറുക്കാതിരിക്കുക. കാരണം അതെല്ലാം ദൈവത്തിന്റെ സൃഷ്ടികളാണെന്ന് നിങ്ങൾ പറയുന്നുണ്ടല്ലോ, നിങ്ങൾ ദൈവത്തെ വിശ്വസിക്കുന്നുണ്ടല്ലോ, അവരോടാണ് ഞാൻ ഈ പറയുന്നത്. അപ്പം എനിക്ക് ദൈവം ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല, ഞാൻ തന്നെയാണ് ദൈവം എന്ന് കരുതുന്നത്. അതുകൊണ്ട് എനിക്ക് ഒന്നിനോടും ദേഷ്യം തോന്നുന്നില്ല. ഞാൻ ദൈവമാണ്, അതുകൊണ്ട് എനിക്ക് ആരോടും ദേഷ്യം തോന്നുന്നില്ല. എന്നെ കൊല്ലാൻ വരുന്നവരോടും ദേഷ്യം തോന്നുന്നില്ല. പിന്നെ ഒരാൾ പറഞ്ഞു, ഒരാളല്ല 1-2 ഭീഷണികൾ എനിക്ക് വന്നിട്ടുണ്ട്, എന്നെ കൊന്നു കളയണമെന്ന്. എന്നെ കൊന്നു കളയണമെന്ന് പറയുന്നവരോട് ഈ നാഗാസാരിന്റെ കുളക്കടയാണ് ഞാൻ പറയുവാണ്. ആ കൊല്ലുന്ന സന്ദർഭത്തിൽ ഇനി കുത്തിക്കൊന്നാലും വെട്ടിക്കൊന്നാലും ആസിഡ് ഒഴിച്ച് പിന്നെ നമ്മളെ ഉപദ്രവിക്കുവായാലും ആ സന്ദർഭത്തിൽ നമ്മുടെ പ്രാണം വെടിയുന്ന സന്ദർഭത്തിൽ നമ്മൾ അറിയാണ്ട് പ്രാഗിപ്പോകും. സത്യമായിട്ട് ഞാൻ കാലമാടന്മാരെ അല്ലെങ്കിൽ കാലമാടാ എന്നെ കൊല്ലാതാന്ന് ഞാൻ ശപിച്ചു പോകും, ഉള്ള കാര്യം. പക്ഷെ ആ ശാപം ഏൽക്കുമല്ലോ അവർക്കെന്ന് പറഞ്ഞിട്ട് എനിക്ക് സങ്കടമുണ്ട്. പക്ഷെ എനിക്ക് എന്റെ പ്രാണം പെടിയുന്ന സമയത്ത് എനിക്ക് ശപിക്കാതിരിക്കാനും പറ്റത്തില്ല. അതുപോലെ എന്നോടുള്ള ദേഷ്യം എന്റെ വീട്ടുകാരോട് തീർക്കുവാണെങ്കിൽ എനിക്കൊരു കുഴപ്പമില്ല. പക്ഷെ അതിന്റെ ശാപം കൂടെ നിങ്ങൾക്കായിരിക്കും ഏൽക്കുന്നത്. യാതൊന്നും ചെയ്യാത്ത അവരെ ഉപദ്രവിക്കുന്നല്ലോ എന്നുള്ള ശാപം നിങ്ങൾക്ക് കേൾക്കും. ഇപ്പോഴൊന്നും അല്ല, 5 നാളിലായിരിക്കും നിങ്ങൾ അതിന്റെയൊക്കെ ഫലം അനുഭവിക്കുന്നത്. പിന്നെ പുതുവത്സരം വരുവാണ്, ഒരുപാട് ആഘോഷിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് മദ്യമൊക്കെ കഴിയുമെങ്കിൽ കുറച്ച് കഴിക്കണം. കാലഘട്ടം മാറി വരിക, എല്ലാവർക്കും തിരക്ക് പിടിച്ച കാലഘട്ടങ്ങൾ. കൂമ്പ് കരളും ഒക്കെ വാടി ഹോസ്പിറ്റലിലെങ്ങാനും പോയി കിടന്നാൽ ആരും നോക്കാൻ പോലും കാണത്തില്ല. മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കാ വയ്ക്കാതിരിക്കുക. അത് തന്നെ, അവർക്ക് ബുദ്ധിമുട്ട് ഉണ്ടാക്കാത്ത വിധം പിന്നെ മദ്യം കഴിക്കും. ഞാൻ പ്രേരിപ്പിക്കുന്നില്ല. പിന്നെ മദ്യം കഴിക്കുന്നവരോട് ഞാൻ പറയാം, നാഗചേച്ചിയോട് വീട്ടിലെങ്ങാനും നാഗചേച്ചിയെ പോലെ വീട്ടിലെങ്ങാനും കൊണ്ടുവച്ച് കുറച്ചെങ്ങനെ കഴിക്കാൻ നോക്കും. വെറുതെ കൂട്ടുകൂടി കഴിച്ച് ഉള്ള എന്താ പറയാ നാശം ഉണ്ടാക്കാതെ. അതുകൊണ്ട് സ്വയം നമ്മളെ നോക്കാൻ നമ്മൾ മാത്രമേ കാണൂ, മറ്റാരും കാണത്തില്ല. ഇനി കാലഘട്ടം മാറി വരിക, ആർക്കും ആരും നോക്കാനൊന്നും സമയം കാണത്തില്ല. കൂമ്പ് കരളും ഒക്കെ പഞ്ചറായി ഹോസ്പിറ്റലിൽ കിടക്കുമ്പോൾ ഒന്നും കാണത്തില്ല. അപ്പൊ അവരോട് അങ്ങനെ പറഞ്ഞു. പിന്നെ അതുപോലെ തന്നെ ഞാൻ ദൈവമാണ്, അതുപോലെ എല്ലാവരും എനിക്ക് ഒരുപോലെയാണ്. പിന്നെ എന്താ പറയാ, പിന്നെ എല്ലാവരും ആരെയും വെറുക്കാതിരിക്കുക. എനിക്കതേ ഉള്ളൂ. ഇഷ്ടപ്പെടണ്ട, പക്ഷെ ആരെയും വെറുക്കാതിരിക്കുക, അത്ര മാത്രമേ ഉള്ളൂ. ദൈവമായ ഞാൻ അങ്ങനെ പറയുന്നു. പിന്നെ നിങ്ങൾ ദൈവത്തെ വേറെ വിശ്വസിക്കുന്നവരോട് ഞാൻ പറയുന്നു, ദൈവത്തിന്റെ സൃഷ്ടികളല്ലേ, നിങ്ങളിങ്ങനെ കരുതുന്നില്ലേ? അപ്പൊ എന്തിനെല്ലാരും വെറുക്കുന്നത്? അപ്പൊ എന്നെ കൊല്ലാൻ വരുന്നവരോട് ഞാൻ പറയുന്നു, ഞാനും അങ്ങനെ ദൈവത്തെ വിശ്വസിക്കുന്നതാണല്ലോ എന്തായാലും എന്നെ കൊല്ലാൻ വരുന്നത്. ഇത്തിരി ബുദ്ധിയും ബോധമുള്ളവരാരും എന്നെ കൊല്ലണമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കത്തില്ല. മറ്റൊരാളെ ഉപദ്രവിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ബുദ്ധി ഇച്ചിരി വിവേക യുക്തിയുള്ളവരാരും അങ്ങനെ ചിന്തിക്കത്തില്ല. അതുപോലെ തന്നെ ചിലർ പറയുന്നത് ഞാൻ എന്തൊക്കെ കോപ്രായങ്ങൾ കാണിക്കുവാന്ന്. ഞാൻ കോപ്രായങ്ങൾ കാണിക്കുന്നുണ്ടെങ്കിൽ മൈൻഡ് ചെയ്യാതിരുന്നാൽ പോരെ എന്നെ. എന്റെ മുമ്പിൽ ആരെങ്കിലും വന്ന് കോപ്രായം കാണിക്കുന്നെങ്കിൽ ഞാൻ മൈൻഡ് ചെയ്യത്തില്ല. എനിക്ക് ഇച്ചിരി യുക്തിയുണ്ട്, അതുകൊണ്ട് ഞാൻ മൈൻഡ് ചെയ്യത്തില്ല. കാരണം അവരുടെ സ്വഭാവം അതാണ്, അവരുടെ രീതി അതാണ്, അത് ഞാൻ മൈൻഡ് ചെയ്യത്തില്ല. അതുപോലെ തന്നെ എന്നെ മൈൻഡ് ചെയ്യാതിരിക്കും. ആർക്കും ശല്യം ഉണ്ടാക്കുന്നില്ലല്ലോ, ആരെയും ഉപദ്രവിക്കാൻ ചെല്ലുന്നില്ലല്ലോ. അപ്പൊ അത്രയൊക്കെയാണ് എനിക്ക് പറയാൻ ഉള്ളത്. അപ്പം മറ്റാർക്കും പിന്നെ എന്താ ഒരു ഉപദ്രവമില്ലാത്ത രീതിയിൽ ജീവിക്കാൻ നോക്കുക. അപ്പൊ ഇതൊക്കെയാണ് ശുഭചിന്ത. അപ്പൊ എന്റെ കാമുകൻ ഡ്രാക്കുള, ഹിറ്റ്ലർ, 2 പേരും കൂടി ഇങ്ങനെ പറഞ്ഞ് 2 പേരും ഒന്ന് പറഞ്ഞ് പുതുവത്സര ആശംസകൾ.
2017 വരവേൽക്കുന്നു. പുതുവത്സരാശംസകൾ. പറ 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 പറ. നിങ്ങൾക്ക് കാണാൻ പറ്റത്തില്ല, എനിക്ക് മാത്രമേ കാണാൻ പറ്റത്തുള്ളൂ. അതുപോലെ വെള്ളം അടിക്കുന്നത് ഞാൻ പറഞ്ഞല്ലോ, കുറച്ച് നമ്മളെ സ്വയം ഇതാക്കുക. നമ്മൾ മാത്രമേ കാണുള്ളൂ, വേറെ ആരും കാണത്തില്ല. പിന്നെ ചിലർ പറയും എനിക്ക് ആരെയും ഉപദ്രവിക്കാതെ ഞാൻ ജീവിക്കുമെന്ന് പറയും. പക്ഷെ എവിടെയെങ്കിലും വീണ് കിടന്നാൽ മറ്റുള്ളവർക്കും കൂടെ ആയിരിക്കും പിന്നെ അതിൻ്റെ പെടാപ്പാട്. അതുകൊണ്ട് എല്ലാം നോക്കി കണ്ടൊക്കെ ചെയ്യുക. ശുഭചിന്ത. ഞാൻ ദൈവമാണെന്ന് കരുതി എല്ലാവരെയും വളരെ ഇഷ്ടപ്പെട്ട് ജീവിക്കുക. ഇത്ര മാത്രമേ ഉള്ളൂ. പിന്നെ എനിക്ക് വേറെ ഒന്നുമില്ല പറയാൻ. അതുപോലെ തന്നെ എന്നെ ഉപദ്രവിക്കണം, എന്നെ കൊല്ലണമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നതോട് ഞാൻ പറഞ്ഞു, എന്നോട് കളിച്ചവരാരും നേരായിട്ടില്ലേ, എന്നോട് കളിച്ചവരാരും നേരായിട്ടില്ലേ. അത്തിന്തോ തിന്തിന്തോ തകതയ്യ തിനന്തോ, അതിന്തോ തിന്തിന്തോ തകതയ്യ തിനന്തോ, അത്തിന്തോ തിന്തിന്തോ തകതയ്യ തിനന്തോ, തകതിന്തോ തിന്തിന്തോ തകതയ്യ തിനന്തോ. വെറുതെ ശാപമൊന്നും കൊന്നും കൊലയൊന്നും വിളിക്കാതെ നല്ല അടിച്ചു പൊളിച്ച് ജീവിക്കുക. ഓക്കെ. അപ്പം പുതുവത്സരാശംസകൾ. വേറെ എന്തെങ്കിലും പറയണമെന്നുണ്ട്, എല്ലാം മറന്നുപോയി. അപ്പം എല്ലാവർക്കും കൊടുക്കൂ. എൻ്റെ കാമുക കൂട്ടുകാരെ കൊടുക്കൂ, എല്ലാവർക്കും ഉമ്മ കൊടുക്കൂ. ഉമ്മ 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 ഉമ്മ. ഇതെൻ്റെ കൂട്ടുകാർക്ക്, ഇതെന്നെ കൊല്ലണം എന്നെ വെറുക്കുന്നവർക്ക്, ഇതെൻ്റെ കാമുകന്. അപ്പോൾ എല്ലാവർക്കും പുതുവത്സരാശംസകൾ. ഓക്കെ.